ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഒത്തിരി ആഗ്രഹങ്ങളോടെയും പ്രതീക്ഷകളോടെയുമാണ് രാവിലെ മുതൽ നാം പ്രാർത്ഥിച്ചൊരുങ്ങിയത്. എന്നാൽ ഇന്ന് എനിക്ക് വ്യക്തിപരമായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്നതാണ് ദൈവത്തിൻ്റെ അത്ഭുതം. ഇന്ന് കർത്താവ് എന്നിൽ നടത്തിയ അത്ഭുതം ഇതാണ്. എൻ്റെ ജീവിതത്തിലെ കുറച്ച് കുറവുകളെ അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ചില കാര്യങ്ങളെ, അകറ്റി നിർത്തേണ്ടതായ ചില കാര്യങ്ങളെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് തന്നെയാണ് ദൈവം ഇന്ന് എന്നിൽ ചെയ്ത അത്ഭുതം. ആ കാര്യങ്ങളെ ഞാൻ എന്നിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ കർത്താവിൻ്റെ കൃപ ധാരാളമായി എന്നിലേക്ക് ഒഴുകും എന്ന് കർത്താവ് വെളിപ്പെടുത്തി. അതിനാൽ രാവിലെ മുതൽ ഇപ്പോൾ വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ ഓർക്കുക, ഇന്ന് കർത്താവ് എന്താണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. ഏത് വെല്ലുവിളികളെയും ഏത് പ്രശ്നങ്ങളെയും എത്രമാത്രം ഒറ്റപ്പെടലുകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഞാൻ അതിനെയെല്ലാം യേശുവിൻ്റെ നാമത്താൽ ധൈര്യത്തോടെ എതിരേറ്റു. അവിടെ ഒന്നും എനിക്ക് തകർച്ച വന്നിട്ടില്ല. എന്നാൽ ഈ സമയങ്ങളിൽ ഒത്തിരി ഭയം എന്നെ കീഴടക്കുന്നതായി എനിക്ക് തോന്നി. ഓരോ ദിവസവും എന്തിനെക്കുറിച്ചേലും ഓർത്ത് ഭയപ്പെടുക, അതുതന്നെയാണ് കർത്താവ് ഇന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. എൻ്റെ കൂടെയുള്ള ദൈവത്തെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം? എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം, ഏറ്റവും കർത്താവിൽ നിന്നും നമ്മെ അകറ്റുന്നതാണ് ഭയം. അതിനാൽ തന്നെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ കൂടെയുണ്ട് എന്ന വിശ്വാസം എനിക്ക് ഓരോ നിമിഷവും തരണമേ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം അത് വെളിപ്പെടുത്തുന്നു. ഇത്രമാത്രം കുറവുകൾ എനിക്കുണ്ടായിട്ടും, ഇത്രമാത്രം പരാജയങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടും, ദൈവസന്നിധിയിൽ ഞാൻ അവിശ്വസ്തത കാട്ടിയിട്ടും എന്നെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കർത്താവ് നിങ്ങളുടെ ഏത് അവസ്ഥയിലും നിങ്ങളെ കൈവിടില്ല. എത്രമാത്രം പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നമുക്ക് വേണ്ടി സ്നേഹത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതിനാൽ ഓരോ സമയവും ഭയം നമ്മെ കർത്താവിൽ നിന്ന് അകറ്റുമ്പോൾ കർത്താവ് നമ്മെ ഓർത്തു വേദനിക്കുന്നു. എന്നാൽ അവിടുന്ന് വീണ്ടും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നിങ്ങൾ എത്രയധികം ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അത്രയധികം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രതീക്ഷയോടെ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇതിലും അപ്പുറം ഒരു സ്നേഹം എവിടെ നിന്ന് നമുക്ക് കിട്ടും? ഈ ലോകത്തിൽ നിന്ന് എല്ലാവരും നമ്മെ പരിത്യജിച്ച് കളഞ്ഞാലും, നമ്മുടെ കൂടപ്പിറപ്പുകൾ നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ ഉള്ള വിഷമം, ദുഃഖം, അത് സഹിക്കാൻ കഴിയാത്തതാണ്. നാം ഏറ്റവും സ്നേഹിക്കുന്നവർ ഒരു ദിവസം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുമ്പോൾ അതൊത്തിരി ഹൃദയത്തിൽ വേദനയുണ്ടാക്കുന്നതാണ്, നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, പിതാവായ ദൈവം ഒരിക്കലും നമ്മെ പിരിയുകയില്ല. അവിടുത്തെ സ്നേഹം എപ്പോഴും നമുക്കുണ്ടാകും. നാം എത്രയധികം ദൈവത്തെ പരിത്യജിച്ച് കടന്നു പോയാലും അവിടുത്തെ സ്നേഹം നമ്മെ സ്നേഹിച്ച് നമ്മുടെ പുറകെ വരും. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ രാത്രിയിൽ നമുക്ക് പറ്റിപ്പോയ പിഴവുകളെ ഇന്നത്തെ ദിവസം മുഴുവനും, ഒരുപക്ഷെ ഈ പ്രാർത്ഥന ആദ്യമായാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ, ജീവിതത്തിൽ ഉടനീളം സംഭവിച്ച തെറ്റുകളെ, കുറവുകളെ, പരാജയങ്ങളെ എല്ലാം
ക്ഷമിക്കുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതിനാൽ നമുക്ക് വേണ്ടി, നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കരുതി, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒത്തിരി പ്രതീക്ഷയോടെ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മിൽ സംഭവിക്കാൻ ദൈവം ഇടയാക്കുന്നു. അവിടുന്ന് വീണ്ടും വീണ്ടും നമ്മോട് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അപ്പനോ അമ്മയോ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ ഭയപ്പെടരുത്. പ്രശ്നങ്ങൾ വരാം, വെല്ലുവിളികളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടെന്ന് വരാം, എല്ലാവരും നമ്മെ തിരസ്കരിച്ചെന്ന് വരാം, നാം ഒത്തിരി സ്നേഹിച്ചിരുന്നവർ നമുക്ക് ശത്രുക്കളായെന്ന് വരാം. എന്നാലും നീ ഭയപ്പെടരുത്. ഈ ജീവിതയാത്രയിൽ നീ ഒറ്റയ്ക്കല്ല. നിന്നെ സൃഷ്ടിച്ച കർത്താവ് നിന്റെ ഓരോ ചലനവും നിരീക്ഷിച്ച് കൂടെ കാത്തിരിക്കുന്നു. അവിടുത്തെ അറിയുക, അവിടുത്തെ അനന്തമായ സ്നേഹം തിരിച്ചറിയുക, അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് നാം അവനോട് കൂടെ ആയിരിക്കുക. സകല ഭയങ്ങളും ഇല്ലാതെയാകും. സകല ഭയങ്ങളും നമ്മെ വിട്ടോടിപ്പോകും. അവിടുത്തെ സന്നിധിയിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാർ പോലും പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ എത്രയധികമായി നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസം, ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ആയുധമാണ്. ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ധൈര്യത്തോടെ നേരിടാനുള്ള ആയുധമാണ് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസം. ഈ രാത്രിയിൽ നമ്മുടെ ഇതുവരെയുള്ള സകല പാപങ്ങളും ക്ഷമിക്കുന്ന, നമ്മുടെ കുറവുകളെ പരിഗണിക്കുന്ന, നമ്മുടെ കുറവുകളെ മറന്നുകളയുന്ന, അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇന്ന് നമ്മെ കേൾക്കുന്നു. നിങ്ങളുടെ ഹൃദയ വികാര വിചാരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ തുറക്കുക. അവിടുത്തോട് നിങ്ങൾ സംസാരിക്കുക. വ്യക്തിപരമായി നിങ്ങൾ സംസാരിക്കുക. കർത്താവേ, എനിക്ക് തെറ്റുപറ്റി, നീ എൻ്റെ കൂടെയുണ്ട്. സകലത്തിൻ്റെയും സൃഷ്ടാവായ, സകലത്തിൻ്റെയും അധിപനായ കർത്താവായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നത് പലപ്പോഴും ഞാൻ വിസ്മരിച്ചു പോയി. എന്നോട് ക്ഷമിക്കണമേ. ഈ രാത്രിയിൽ നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവ് ഇത്രയധികം സ്നേഹിച്ചിട്ടും നാം പല പ്രശ്നങ്ങളെ ഓർത്ത് ഭയപ്പെട്ടു, ആവലാതി പൂണ്ടു. മറ്റ് വ്യക്തികളുടെ അടുത്തേക്ക്, മറ്റ് ശക്തികളുടെ അടുത്തേക്ക് നാം ഓടിപ്പോയി. നാം നമ്മുടെ നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ദൈവത്തെ വിട്ട് പലരുടെ അടുത്ത് നാം പോയി. അതാണ് ഏറ്റവും വലിയ പാപം, ഒന്നാം കൽപ്പനയ്ക്കെതിരെയുള്ള പാപം. ഇതെല്ലാം നമ്മെക്കൊണ്ട് ചെയ്യിച്ചത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയമാണ്. അതിനാൽ തന്നെ ഭയം അത് വലിയ ഒരു പാപമാണ്. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നാം ഭയപ്പെട്ട് ജീവിക്കരുത്. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഏതു പ്രതിസന്ധി വന്നാലും, എത്രയധികം പ്രശ്നങ്ങൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, അപ്രതീക്ഷിതമായ പരാജയങ്ങൾ, വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും നീ ഭയപ്പെടരുത്. അവിടെയാണ് ക്രിസ്തുവിന് വേദനിക്കുന്നത്. നീ ഭയപ്പെടുമ്പോൾ, കാരണം നീ ഭയപ്പെടുമ്പോൾ നാം അവിടുത്തെ ശക്തിയെ കുറച്ചു കാണിക്കുന്നു. നീ ഭയപ്പെടുമ്പോൾ അവിടുത്തെ ശക്തി, അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തെ വിലമതിക്കുന്നില്ല. അതിനാൽ അത് ഏറ്റവും വലിയ പാപമാണ്. ഇന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നീ തിരികെ വരിക, എൻ്റെ അടുത്തേക്ക് വരിക. ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തും. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഒന്നും ഭയപ്പെടരുത്. ഞാനാണ് നിൻ്റെ ദൈവം.
എന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാനാണ് നിന്റെ ദൈവമെന്ന് ലോകം തന്നെ അറിയാൻ പോകുന്നു. അത്രമാത്രം കർത്താവ് നിന്നെ ഉയർത്താൻ പോകുന്നു. അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങൾ, നന്മകൾ നിന്റെ ജീവിതത്തിൽ വരാൻ കർത്താവ് ഇടയാക്കും. ഈ രാത്രിയിൽ നിന്റെ ധൈര്യം സംഭരിച്ച് വീണ്ടും കർത്താവിലേക്ക് തിരികെ വരിക. നീ ഭയപ്പെടുന്ന പ്രശ്നങ്ങളെ എന്നേക്കുമായി കർത്താവ് എടുത്തു മാറ്റുന്നു. ഈ രാത്രിയിൽ നിന്നിൽ നിന്ന് ഭയം വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്നെ അനന്തമായി സ്നേഹിക്കുന്ന, നിന്നെ അനന്തമായി കരുതുന്ന, നിന്നോട് കാരുണ്യം കാണിക്കുന്ന, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന, നിന്റെ കുറവുകളിൽ നിന്നെ പരിഗണിക്കുന്ന, നിന്നെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുള്ള സ്നേഹവാനായ സ്വർഗീയ പിതാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന രാത്രിയാണ് ഇത്. ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേരാൻ നമ്മെ തന്നെ എളിമപ്പെടുത്തി ഹൃദയവിശുദ്ധിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നിന്റെ ശക്തിയെ ഞാൻ കുറച്ചു കണ്ടു, നിന്റെ പരിശുദ്ധിയെ ഞാൻ കുറച്ചു കണ്ടു, നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തെ ഞാൻ മറന്നുപോയി. അതിനാൽ തന്നെ ഞാൻ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെട്ടു. എന്നോട് ക്ഷമിക്കണമേ. ഈ രാത്രിയിൽ കർത്താവേ, എനിക്ക് മാപ്പ് തരണമേ. ഇന്നുവരെയുള്ള എൻ്റെ ജീവിതത്തെ എനിക്ക് തന്നെ ഈ രാത്രിയിൽ നീ കാണിച്ചു തരണമേ. എൻ്റെ കുറവുകളിലേക്ക് നീ എന്നെ വിരൽ ചൂണ്ടി എന്നെ കാണിക്കണമേ. ആ കുറവുകളെ നികത്താൻ ശക്തനായ ദൈവമേ, ഞാൻ ഇന്ന് നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 40:4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാൻ അവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷവാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും എന്നെ സംരക്ഷിക്കട്ടെ. എണ്ണമറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. എൻ്റെ കാഴ്ച നഷ്ടപ്പെടത്തക്ക വിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു. അവ എൻ്റെ തലമുടി ഇഴകളേക്കാൾ അധികമാണ്. എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു. കർത്താവേ, എന്നെ മോചിപ്പിക്കുവാൻ കനിവുണ്ടാകണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ഏറ്റവും സ്നേഹവാനായ, ഞങ്ങളെ ഒത്തിരി കരുതുന്ന, സ്നേഹിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു. എത്രയൊക്കെ കർത്താവേ ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടും നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ്. സകല സൃഷ്ടികളുടെയും അധിപനായ സർവശക്തനായ ദൈവം, ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച പരമപരിശുദ്ധനായ ദൈവം, പാപിയായ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന
ഒരു ദൈവം. കർത്താവേ, ഇത്രമാത്രം അനന്തമായ സ്നേഹമാണല്ലോ നിന്നിലുള്ളത്. ഇത്രമാത്രം കാരുണ്യവാനായ ഒരു ദൈവം ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എത്ര ഭാഗ്യപ്പെട്ടവരാണ് എന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ ദൈവമേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും എനിക്ക് അകന്നു പോകാൻ സാധിക്കുകയില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിലുണ്ടായ ചില ഭയങ്ങൾ, പ്രതിസന്ധികളെ കാണുമ്പോൾ, പ്രശ്നങ്ങളെ കാണുമ്പോൾ, അപ്രതീക്ഷിതമായ ചില തകർച്ചകളെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഭയപ്പെട്ടു. ദൈവമേ, ഞാൻ മറ്റുള്ളവരോട് നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില തകർച്ചകളെ കണ്ടപ്പോൾ, പ്രതിസന്ധികളെ കണ്ടപ്പോൾ, കർത്താവേ, ഞാൻ ഭയപ്പെട്ടു. ആരുമില്ല എന്നെനിക്ക് തോന്നി. എന്നെ സഹായിക്കാൻ, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ചുറ്റിനും ശത്രുക്കളുള്ള ഞാൻ, കർത്താവേ, ഞാൻ ഭയപ്പെട്ടു. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പാപം എന്ന് നീ ഇന്നെനിക്ക് വെളിപ്പെടുത്തി തന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്നിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നീ എന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. നീ എന്നെ ഒരിക്കലും പരിത്യജിക്കുകയില്ല. എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഒത്തിരി 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 അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. പല അസാധ്യ കാര്യങ്ങളും കർത്താവേ നീ എന്നിലൂടെ നടത്തിയിട്ടുണ്ട്. അസാധ്യങ്ങളെന്ന് എഴുതിത്തള്ളിയ കാര്യങ്ങൾ ഞാൻ ചെന്നപ്പോൾ എന്നിലൂടെ നീ പ്രവർത്തിച്ച് സാധ്യമാക്കി. ആ വലിയ മഹത്വത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അത്രമാത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കർത്താവേ, ഞാൻ എൻ്റെ ചില പ്രതിസന്ധികളെ കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം ഞാൻ ഭയപ്പെട്ടു, നിന്നെ മാറ്റി നിർത്തി. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. നിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയാതെ പോയ എൻ്റെ പാപത്തെ ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ രാത്രിയിൽ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ ഒരിക്കലും നിന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത അത്രമാത്രം ദയാലുവും ശക്തനുമായ ദൈവമാണ് നീ. അതിനാൽ തന്നെ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ഭയപ്പെട്ട ജീവിതത്തിലെ ഓരോ സമയവും നിന്റെ ഹൃദയം അത്രമാത്രം വേദനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, നിന്റെ അനന്തമായ കാരുണ്യം എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാപങ്ങൾക്ക് മാപ്പ് തരണമേ. ഈ രാത്രിയിൽ ദൈവമേ, നിന്നിൽ പൂർണ്ണമായും ഞാൻ വിശ്വാസമർപ്പിക്കുന്നു. നിന്റെ വിശ്വസ്തതയും സ്നേഹവും കൊണ്ട് ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ എൻ്റെ ഹൃദയത്തിൽ സന്തോഷം നിറച്ച്, ധൈര്യം നിറച്ച്, ഞാൻ ഇനി ഒറ്റയ്ക്കല്ല. ആരും എന്നെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ കർത്താവ് എന്നെ ഒറ്റപ്പെടുത്തത്തില്ല. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളല്ല, അതെൻ്റെ കർത്താവിലേക്ക് കൂടുതൽ അടുക്കാനായുള്ള ഒരു ഉപകരണമായി ഞാൻ കാണുന്നു, ഒരു വസ്തുതയായി ഞാൻ കാണുന്നു. എൻ്റെ കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. നിന്റെ ഹിതം നിറവേറ്റുവാൻ ഓരോ നിമിഷവും എന്നെ സഹായിക്കണമേ കർത്താവേ. എപ്പോഴും നിന്റെ ഹിതം നിറവേറ്റാൻ ആഗ്രഹിച്ച ഞാൻ ഭയപ്പെട്ട് നിന്നിൽ നിന്ന് അകന്നുപോയത് എന്നോട് ക്ഷമിക്കണമേ. ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ, നിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിക്കുവാൻ എനിക്ക് കൃപ തരണമേ കർത്താവേ. നീ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കാര്യത്തിൽ നീ ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി മറ്റാരുമില്ല. അങ്ങനെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്തിൽ മറ്റാരും എന്നെ സ്നേഹിച്ചിട്ടില്ല. എന്നാൽ നിന്റെ അനന്തമായ സ്നേഹം ഞാൻ അറിയാതെ പോയ നിമിഷങ്ങളുണ്ട്. എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ഈ രാത്രിയിൽ നിന്റെ നന്മകളെ പ്രഘോഷിക്കുവാൻ തുനിഞ്ഞാൽ അത് അസംഖ്യമാണല്ലോ. നിന്റെ അത്ഭുതങ്ങളെ പ്രകീർത്തിക്കുവാൻ കർത്താവേ, എൻ്റെ നാവുകൾക്ക് ശക്തി നൽകണമേ കർത്താവായ ദൈവമേ. നിന്റെ കാരുണ്യം ഒരിക്കലും എന്നിൽ നിന്ന് പിൻവലിക്കുകയില്ല എന്നെനിക്കറിയാം. എന്തെന്നാൽ നിന്റെ സ്നേഹവും വിശ്വസ്തതയും കാരുണ്യവും ദയയുമാണ്
ഇപ്പോൾ എന്നെ ഞാനാക്കിയിരിക്കുന്നത്. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ഈ രാത്രിയിൽ സകല അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ. ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, നിന്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭയവും നീക്കിക്കളഞ്ഞ് അവർക്ക് ശക്തി പ്രദാനം ചെയ്യണമേ. അവർ ഒറ്റയ്ക്കല്ല, നീ കൂടെയുണ്ട്. നീ അവരെ ഒറ്റയ്ക്കാക്കി മടങ്ങില്ല. ഏത് പ്രശ്നങ്ങളിലും സഹായിക്കാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം ഈ മക്കൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അതിനാൽ ഈ ലോകത്തിൽ, വിശാലമായ ഈ ലോകത്തിൽ ഞാനിനി ഒറ്റയ്ക്കല്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെയുള്ളവരെ, എൻ്റെ ശത്രുക്കളെ, എൻ്റെ കൂടപ്പിറപ്പുകളെ, മിത്രങ്ങളെ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതിനാൽ ഞാനിനി ഒറ്റയ്ക്കല്ല. കർത്താവ് എനിക്ക് നൽകിയവർ അവരുടെ സ്ഥാനത്ത് നീ അവരെ നിർത്തും എന്നെനിക്കറിയാം. എന്നാൽ കർത്താവേ, നിന്റെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്നാൽ നീ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ കണ്ണുനീർ ഈ രാത്രിയിൽ നീ ഒപ്പണമേ. അവരെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇന്ന് രാത്രിയിൽ നീ ഇടപെടണമേ. നാളത്തെ ദിവസം അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ നന്മകളെ കാണുവാൻ ഈ മക്കളുടെ ആന്തരിക നയനങ്ങളെ നീ തുറക്കണമേ. കർത്താവേ, നിന്നിൽ മാത്രം ആശ്രയിക്കുന്ന, നിന്നോട് പ്രാർത്ഥിക്കുന്ന, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ കുടുംബത്തെ, ഈ സഹോദരിയെ, ഈ സഹോദരനെ, ഈ സമൂഹത്തെ നീ ഇന്ന് രക്ഷിക്കണമേ. നിന്റെ ദൈവീക ചൈതന്യം ഇവരിലേക്ക് ഇപ്പോൾ വ്യാപിക്കട്ടെ. കർത്താവിലുള്ള വിശ്വാസം ഇവരിൽ ആഴപ്പെടട്ടെ. കർത്താവിലുള്ള അനന്തമായ സ്നേഹവും കാരുണ്യവും ഇവരെ ഇപ്പോൾ തന്നെ പൊതിയട്ടെ. കർത്താവിൻ്റെ വിശ്വസ്തത ഇവരിൽ ആവസിക്കട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ദൈവിക കൃപ ഇന്ന് രാത്രിയിൽ കർത്താവ് ഈ സമയം, ഈ പ്രാർത്ഥനയുടെ സമയം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ. ദൈവവിശ്വാസം കൊണ്ട് നിങ്ങൾ ആഴപ്പെടട്ടെ. ഈ ലോകത്തിലുള്ള ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ഇനി ഭയപ്പെടരുത്. എത്ര ശത്രുക്കളാണെങ്കിലും, എത്ര ദൈവമക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരൊക്കെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളെ കരുതുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളെ കരുതുന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കും. അത് കേൾക്കുവാനായി നിങ്ങളുടെ ഹൃദയം തുറക്കുക, നിങ്ങളുടെ നയനങ്ങൾ, കാതുകൾ തുറക്കുക. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങൾ കണ്ടിരിക്കും. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നാളത്തെ പ്രഭാതം ഒത്തിരി അനുഗ്രഹത്തിൻ്റെ പ്രഭാതമായിരിക്കും. നാളത്തെ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാകും. കർത്താവ് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കർത്താവ് കൃപ നൽകും. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ നീ അറിയുന്നു. ഈ അവസ്ഥയിൽ ധൈര്യപൂർവം നിന്നെ സ്തുതിക്കുവാൻ, നീ ചെയ്ത നന്മകളെ ഓർക്കുവാൻ, അതേറ്റുപറയുവാൻ, ഇന്നോളം നീ വഴി നടത്തിയ വഴികളെ ഓർത്ത് നിനക്ക് നന്ദി പറയുവാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കമന്റ് സെക്ഷനിൽ കൂടി അവരെഴുതി അറിയിച്ച ഓരോന്നിനും, ഓരോ ചെറുതും വലുതുമായ ആവശ്യത്തിന് കർത്താവെ ഇന്ന് രാത്രിയിൽ തന്നെ നീ അവർക്ക് മറുപടി നൽകണമേ. അവരുടെ ഹൃദയത്തിൽ നീ മന്ത്രിക്കണമേ. അവരുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്ന് അവർക്ക് ബോധ്യമാകുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ തന്നെ നീ മക്കളുടെ ജീവിതത്തെ തൊടണമേ, ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അറിയാവുന്ന ദൈവമേ, ഞങ്ങളെ സഹായിക്കുന്ന കർത്താവേ, നിൻ്റെ അനന്തമായ സ്നേഹവും വിശ്വസ്തതയും ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ പൂർണ്ണമായും നിൻ്റെ പരിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിച്ച കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുറ്റങ്ങളെയും കുറവുകൾക്കും മാപ്പ് നൽകിയ കർത്താവേ, നിന്നെ ഞങ്ങൾ കൊടാനുകൂടി സ്തുതിക്കുന്നു. നിന്നെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ സ്നേഹിക്കുന്നു. സർവശക്തിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് എല്ലാ കുറ്റബോധവും ഞങ്ങളിൽ നിന്ന് നീക്കിയ കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ വിശ്വാസമർപ്പിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയവും മാറ്റി കർത്താവിലുള്ള ആഴമേറിയ വിശ്വാസം കൊണ്ട് നിന്നെ നിറയ്ക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ അനന്തമായ സ്നേഹവും വിശ്വസ്തതയും വിശ്വാസവും നിറച്ച്, ധൈര്യം നിറച്ച് ഈ രാത്രിയിൽ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഉറങ്ങുമ്പോൾ കർത്താവ് നിനക്ക് കാവലുണ്ടായിരിക്കും. സകല ഭയങ്ങളിൽ നിന്നും, സകല ദുഷ്ടശക്തികളിൽ നിന്നും, എല്ലാ വേദനയിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും പരിപൂർണ മോചനം നൽകി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നടത്തിത്തരും. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതിപ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. ഹൃദയത്തിൽ ഒരു നല്ല പ്രാർത്ഥനയോടുകൂടി ഇത് അവർക്ക് അയച്ചു കൊടുക്കുക. കർത്താവെ, ഈ പ്രാർത്ഥന അവർ കേൾക്കാൻ ഇടയാക്കണമേ. അവരുടെ ജീവിതം നിനക്ക് സമർപ്പിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ തന്നെ ഇടപെടണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.